എറണാകുളം നഗരത്തിൽ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടായ ഒരു പ്രദേശമാണ് ആലുവ. പ്രധാനമായും വിമാനത്താവളത്തിൻ്റെ സാമീപ്യവും വ്യവസായങ്ങളുടെ ആധിക്യവുമാണ് ആലുവ നഗരത്തിന് വളർച്ചയുണ്ടാക്കിയത്. കൊച്ചി മെട്രോയുടെ ആദ്യത്തെ സ്റ്റേഷനും ആലുവയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഹൈവേയിൽ അനേകം മേൽപ്പാലങ്ങളും മെട്രോ ലൈനുകളും ഉണ്ടാക്കിയതുകൊണ്ട് ആലുവ നഗരം ഇപ്പോൾ വളരെ വികൃതമായിട്ടുണ്ട്. എങ്കിലും മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ബ്രിഡ്ജ് റോഡിലേക്ക് തിരിയുകയാണെങ്കിൽ പഴയ ആലുവയുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. 150 മീറ്റർ നടക്കുമ്പോൾ തന്നെ മനോഹരമായ റോയൽ സിറ്റി ഹോട്ടൽ 130 രൂപയ്ക്ക് ഫിഷ് കറി മീൽസ് നൽകുന്നു. കപ്പ ബിരിയാണിയും കപ്പ ഫിഷ് കറിയും ഇവിടെ ലഭിക്കും. അതുപോലെ ഇതേ റോഡിൽ അല്പം മുന്നോട്ട് പോകുമ്പോൾ ദ ഗ്രാൻഡ് റെസ്റ്റോറൻറ്റ് 120 വർഷം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. യൂറോപ്യൻ സന്ദർശകർ പോലും സ്ഥിരമായി വരുന്ന ആലുവയിലെ ഒരു ഭക്ഷണശാലയാണ് ദ ഗ്രാൻഡ് റെസ്റ്റോറൻറ്റ്. ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും മുട്ട ബിരിയാണിയും വെജിറ്റബിൾ ബിരിയാണിയും ഇവിടെ ലഭിക്കും. അതുപോലെ മെട്രോ സ്റ്റേഷൻ്റെ പാർക്കിംഗ് സ്പേസിൽ പാരീസ് കഫേ ഏറ്റവും മികച്ച കോഫിയും എണ്ണ പലഹാരങ്ങളും നൽകുന്നു. പെരിയാർ തീരത്തുള്ള ആലുവ മണപ്പുറത്തെ മഹാശിവരാത്രി വളരെയധികം പേരെടുത്തിരിക്കുന്നു. എറണാകുളത്ത് നിന്ന് 20 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ആലുവ ഇപ്പോൾ ഒരു പ്രത്യേക നഗരമായി അറിയപ്പെടുന്നില്ല. എറണാകുളത്തിൻ്റെ ഭാഗമായി ആലുവയെ കണക്കാക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൊച്ചിൻ വിമാനത്താവളത്തിൽ നിന്ന് 12 കിലോമീറ്റർ തെക്ക് മാറിയാണ് ആലുവയുടെ സ്ഥാനം. വിമാനത്താവളത്തിലേക്ക് വരുന്ന യാത്രക്കാർ കൂടുതലായി ആലുവയിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ധാരാളം ലോഡ്ജുകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പൗരാണിക പ്രാധാന്യമുള്ള പല അദ്വൈത ആശ്രമങ്ങളും ആലുവയിലുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്. തിരുവിതാംകൂർ രാജാവിൻ്റെ കൊട്ടാരം ആലുവയിലുണ്ട്. ആലുവ പാലസ് എന്നറിയപ്പെടുന്നു. എങ്കിലും കൂടുതൽ ആലുവയെ പ്രശസ്തമാക്കുന്നത് പെരിയാർ നദി തന്നെയാണ്. മലയാള സിനിമയിൽ പെരിയാർ നദിയെക്കുറിച്ച് ധാരാളം പരാമർശവും ഗാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് എറണാകുളം നഗരത്തിലേക്ക് വരുന്ന യാത്രക്കാർക്ക് വമ്പിച്ച ഗതാഗതക്കുരുക്ക് മൂലം ആലുവയിൽ യാത്ര അവസാനിപ്പിക്കേണ്ടി വരുന്നു. അതിനുശേഷം ഇപ്പോൾ പലരും മെട്രോയിലാണ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ 1 മണിക്കൂറെങ്കിലും ലാഭിക്കുവാൻ സാധിക്കുന്നു. ധാരാളം പാർക്കിംഗ് സ്പേസും ആലുവ മെട്രോ സ്റ്റേഷനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആലുവ നഗരത്തിൽ എവിടെ നോക്കിയാലും മെട്രോ ലൈനുകളും മെട്രോയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുമാണ് കാണുവാൻ പറ്റുന്നത്. അനേകം മെട്രോ സ്റ്റേഷനുകളും ആലുവയിലുണ്ട്. മെട്രോ സ്റ്റേഷനുകളുടെ അടുത്തുള്ള കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ചെറുപ്പക്കാർക്കിടയിൽ വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട്. ആലുവ ശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആൽമരം ഈ നഗരത്തിന് ആലുവ എന്ന പേര് വരുവാൻ കാരണമായി. ആലുവയിലെ മഹാദേവ ക്ഷേത്രം ദക്ഷിണകാശി എന്നറിയപ്പെടുന്നു. അത്രയ്ക്ക് പ്രചാരമുണ്ട് ഈ ക്ഷേത്രത്തിന്. തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം സന്ദർശകർ മഹാദേവ ക്ഷേത്രം കാണുവാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആലുവയിലെ തൃക്കുന്നത്ത് സെമിനാരി പൗരാണികമായ ഒരു ദേവാലയമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കീഴിലാണ് ഈ സെമിനാരി നടത്തിപ്പ്. ആലുവ ഒരു മുസ്ലിം പ്രദേശമായി അറിയപ്പെടുന്നു. എന്നാൽ വാസ്തവത്തിൽ മുസ്ലിങ്ങൾ 20% മാത്രമേ ഉള്ളൂ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. എങ്കിലും ആലുവ നഗരത്തിലെ ബിസിനസ് കൂടുതലും മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ആലുവ MLA ഇപ്പോൾ ശ്രീ അൻവർ സാദത്താണ്. ആലുവയിലെ തോട്ടുമുഖം തങ്ങൾ ജാറം അറിയപ്പെടുന്ന ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ ഒരു ജുമാഅത്ത് പള്ളിയും ഉണ്ടാക്കിയിട്ടുണ്ട്. തോട്ടുമുഖം പടിഞ്ഞാറേ പള്ളി എന്നാണ് ഈ ജുമാ മസ്ജിദ് അറിയപ്പെടുന്നത്. അതുപോലെ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദും പൗരാണികമായ ഒരു മുസ്ലിം പള്ളിയാണ്. ഈ പള്ളിയോട് ചേർന്നാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും നിലകൊള്ളുന്നത്. ആലുവയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ നല്ല സൗഹാർദ്ദമുണ്ട്. എന്ന് മാത്രമല്ല, കണ്ണൂരിലും കോഴിക്കോടും കാണുന്നത് പോലെയുള്ള യാഥാസ്ഥിക മുസ്ലിങ്ങളല്ല ആലുവയിലുള്ളത്. അവർ കൂടുതലായി മതേതര സ്വഭാവം കാണിക്കുകയും മറ്റ് സമുദായങ്ങളുമായി നല്ലപോലെ പൊരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആലുവയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂൾ ആലുവ ബോയ്സ് എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. 100 വർഷത്തിലധികം പഴക്കമുണ്ട്. അതുപോലെ സെൻറ് മേരീസ് ഹൈസ്കൂളും പൗരാണികമായ ഒരു വിദ്യാലയമാണ്. മഹിളാലയം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഈ സ്കൂളിൻ്റെ അടുത്തു നിന്നും താഴോട്ട് നല്ല വ്യൂസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ സെൻറ് ഫ്രാൻസിസ് ഡി അസീസി സീനിയർ സെക്കൻഡറി സ്കൂൾ അശോകപുരത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്.
നഴ്സറി സ്കൂൾ മുതൽ +2 വരെ എല്ലാ തലത്തിലുമുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഒരു വലിയ സ്ഥാപനമാണ് സെൻറ്റ് ഫ്രാൻസിസ് ഡി അസീസി സീനിയർ സെക്കൻഡറി ഹൈസ്കൂൾ. അതുപോലെ ആലുവയിലെ UC കോളേജ് പേരും പ്രശസ്തിയും നേടിയിരിക്കുന്നു. യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ പേര്. അതുപോലെ MES കോളേജ് മനോഹരമായ ഒരു മുസ്ലിം കലാലയമാണ്. എയർപോർട്ട് അടുത്തുള്ളതുകൊണ്ട് ആലുവ നഗരത്തിൽ എപ്പോഴും പുറംനാട്ടുകാരുടെ തിരക്കാണ്. അതുകൊണ്ട് പുതിയ ലോഡ്ജുകളും ടൂറിസ്റ്റ് ഹോമുകളും ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നു. ആലുവ മെട്രോ സ്റ്റേഷൻ്റെ താഴത്തെ നിലയിൽ സണ്ണി ഡോർമിറ്ററി 300 രൂപയ്ക്ക് 2 മണിക്കൂറേക്ക് ഡോർമിറ്ററി ബെഡുകൾ കൊടുക്കുന്നു. അതുപോലെ ആലുവ മാർക്കറ്റ് റോഡിലെ പെരിയാർ നഗറിൽ അമ്പിളി ലോഡ്ജ് 600 രൂപയ്ക്ക് സിംഗിൾ റൂമുകൾ കൊടുക്കുന്നു.